C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. മറ്റേ കല്യാണേ, എന്നിട്ടിപ്പൊ പെണ്ണ് പറയാണ് അനന്തരം മതിന്ന്. ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ട മോളെ, അമ്മയ്ക്ക് ഒരു ഉപകാരം ചെയ്തു തന്നാ മതി. എന്താ അമ്മ? ആ ദേവികയും പിള്ളേരെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി തരണം. അതെന്തിനാ? ആ ഗായത്രി ഇല്ലേ, രമണന്റെ ഭാര്യ, അവള് വീട് കാണണമെന്ന് പറഞ്ഞ് കേറിയിട്ടുണ്ട്. എങ്ങാനും ദേവികയും പിള്ളേരെയും കണ്ട വല്ലതും തെറ്റിദ്ധരിച്ചാലോ? ഒരു അന്യ സ്ത്രീ 2 കുട്ടികളും അല്ലേ. അമ്മ എന്നും പറഞ്ഞ അവരെ എന്ത് ചെയ്യാൻ? അവരെ അങ്ങോട്ട് മാറ്റാനാ? ഏതെങ്കിലും അയൽപക്കത്തോട്ട് മാറ്റും മോളെ. അയൽപക്കം? നമ്മുടെ ശാന്തയുടെ വീട്ടിലേക്ക് മാറ്റിയാലോ? ആരുടെ? ശാന്തേച്ചിയുടെ. അവരുടെ പറമ്പിൽ കയറിയാലേ മുട്ടുകാല് തല്ലി ഓടിക്കാന്നാ പറഞ്ഞേക്കുന്നേ. അതെന്താ? അവര് നമ്മുടെ പറമ്പിന്നേ കത്തിക്കാൻ മണലെടുത്തപ്പോ അമ്മ ചീത്ത പറഞ്ഞ് ഓടിച്ചത് മറന്നുപോയോ? അയ്യോ, ഞാനത് മറന്നുപോയി. ഓ, അപ്പൊ പിന്നെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. സുലോചനയുടെ വീട്ടില് അത് നടക്കൂല. ഞാനേ അവളിന്നാള് ഉരുളി ചോദിച്ചു വന്നപ്പോഴേ കൊടുത്തില്ല. അയൽവക്കക്കാരെയൊക്കെ ഓടിച്ചാലേ ഇങ്ങനെ ഇരിക്കും. നീ ഓടി. പിന്നിപ്പ എങ്ങോട്ടാ മോളെ? പിന്നിപ്പൊ ആകെ ഉള്ളത് കുമാരിച്ചിയുടെ വീടാ. ഓ, കുമാരിയോ? കുമാരി നീ ഒന്ന് മാറ്റിത്താ. എന്നാ പിന്നെ വേറൊരു കാര്യം ചെയ്യാം. എന്തുവാ? ഇനിയിപ്പൊ അങ്ങോട്ടൊക്കെ പോകുമ്പോ ഇവര് കണ്ടാലോ? അതും ശരിയാ. നമുക്കേ വേറൊരു കാര്യം ചെയ്യാം. എന്താ? ഈ ദേവികേച്ചിനെയും പിള്ളേരെയും നമുക്ക് അവരുടെ മുറിയിൽ ഇരുത്തിയാലോ? എടി, ഗായത്രി ഇറങ്ങി വരുമ്പോ അവര് കാണൂലേ? അതെങ്ങനെ കാണാനാ അമ്മേ? ദേവികേച്ചിയോട് അകത്തുനിന്ന് കുറ്റിയിടാൻ പറഞ്ഞ പോരെ? അത് നല്ല ഐഡിയ. നീ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യണം. അത് ഞാൻ ചെയ്തോളാം. അമ്മ പോക്കോ? ഉറപ്പാണേ? നീ ഇവിടെ കുന്തം വഴുകി പോലെ നിക്കാണ്ടൊന്ന് ചെല്ല്. അത് ഞാൻ ചെയ്യാമേ, പൊക്കോ. പടച്ചോനെ, ദേവിയേച്ചി വീണ്ടും പെട്ടല്ലോ. എന്താ? മോശം ഇവിടെ മൊത്തം ഒരു മാറ്റം വരുത്തണം അളിയാ. എങ്ങനെ? അതായത് നമുക്കിവിടെ ഒരു ജമ്പിങ് പിച്ച് ഉണ്ടാക്കണം. പീച്ചോ? അളിയന് പറഞ്ഞാലും അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് അളിയാ, നമ്മൾ ഈ തേവുന്ന സ്ഥലത്ത് ഒരു പലക ഇട്ടേക്കുന്നത് കണ്ടല്ലേ? അതുപോലെ ഒരു പലക ഇങ്ങനെ നീളത്തിലിടണം. എന്നിട്ട് അതിന്റെ അറ്റത്ത് നമ്മളിങ്ങനെ കയറി നിൽക്കണം. എന്നിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്യണം. ജമ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഡൈവ് ചെയ്യണം. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താ കാണുന്ന അളിയാ? അതൊക്കെ അമ്പലളിയാ. ആ അലമ്പൊക്കെ പറിച്ചു മാറ്റണം. എന്നിട്ട് അതിൽ നിറച്ച് നീല വെള്ളം നിറയ്ക്കണം. അപ്പൊ നിറയ്ക്കുന്ന വെള്ളം മണ്ണെണ്ണയാണോ? അല്ല, എന്റെ തലയിൽ എന്താണ് ചാണക ബുദ്ധിയാണോ അളിയാ? അതല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ മാറ്റിയിട്ട് നല്ല സ്ഫടികം പോലത്തെ വെള്ളം നിറയ്ക്കണം. എന്നിട്ട് ടൈലൊക്കെ ഒട്ടിച്ച് മനോഹരമാക്കി സ്വിമ്മിംഗ് പൂളാക്കി മാറ്റണം. മനസ്സിലായോ? ഇവിടെ മൊത്തം ഒരു ചേഞ്ച് വരുന്നത്. ഇതൊക്കെ പൊളിച്ചു കളാളിയാ. ഈ തറവാട് പൊളിച്ചു കളയാനോ? എന്റെ ചങ്ക് ഇടിച്ചു കളയുന്നതിന് തുല്യമാളിയാ തറവാട്ട് പൊളിക്കുന്നത്. ഇനി എന്തിനാ പൊളിക്കുന്നത്? അതുപോലെ പൊളിച്ചിരിക്കല്ലേ. എന്റെ കയ്യിൽ കോടിക്കണക്കിന് കാശിന്റെ അളിയാ. നമുക്ക് ഇതൊക്കെ പൊളിച്ച് നല്ല കൊട്ടാരം പണിയാന്ന്. അളിയന്റെ ഈ അനാവശ്യമായിട്ട് വല്ല പൈസ വല്ല ഉണ്ടെങ്കിൽ അനാഥാലയത്തിലെങ്ങനെ കൊണ്ട് കൊടുക്കളിയാ. അളിയനോട് പറഞ്ഞിട്ടൊരു കാര്യം. എന്താ പറഞ്ഞ? അല്ല, ഇങ്ങനെ കോടിക്കണക്കിന് ഉറുപ്പയുടെ ആസ്തി ഉണ്ടായിട്ടും എന്നാ അങ്ങനെ ഒരു അഹംഭാവോ ഒരു പൊങ്ങച്ചോ അതൊന്നും രമണേട്ടനില്ല പറയാനേ. നേരെ അതാണ് തറവാടിത്തം. ചില ആൾക്കാരുണ്ട്, ഒരു തീപ്പെട്ടിക്കൊള്ളിയോളം എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട്, എനിക്ക് മറ്റതുണ്ട്, മറിച്ചതുണ്ട്. ഇത് നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കും. ഞാനങ്ങനെ വല്ലതും പറയും. എനിക്കിപ്പോ 2 വീടുണ്ട്, 4 കാറുണ്ട്. അറബി നാട്ടിലാണെങ്കിൽ 3-4 റെസ്റ്റോറന്റ് ഉണ്ട്. എന്തിനാ? അറബികളാണ് എന്റെ പണിക്കാര്. ഏക്കർ കണക്കിന് സ്വത്തുണ്ട്. ഞാൻ ആരെങ്കിലും പറയണ്ട. അതാണ് തറവാടിത്തം. അതെന്നാ ആൾക്കാർക്കൊക്കെ അറിയും ചെയ്യാം. അതാണ്. അല്ല രമണേട്ടാ, ഈ കല്യാണക്കാരിയൊക്കെ അവിടെ വരെയായി? അത് പറയാനല്ലേ ഞങ്ങൾ വന്നത്. എടാ, അമ്മായി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇല്ലല്ലോ അളിയാ. എടാ, മെട്രോക്കാരന്റെ കല്യാണമേ അവരിപ്പോ വേണ്ടെന്ന് വെച്ചു. അതെയോ? ആരതി ഇപ്പൊ പറയുന്നത് അവക്ക് ഭംഗിയെ തന്നെ മതിയാണ്. അല്ല, അനുദനെ തന്നെ മതിയാണ്. അളിയൊന്നും ഉണ്ടായിരുന്നേ? ഞാൻ പറഞ്ഞോളാ അളിയാ. അല്ല അനന്ത, ഈ പെണ്ണുങ്ങളുടെ ഒരു മനസ്സാണല്ലോ. അത് ചിലപ്പോ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടും. കുറങ്ങന്മാരെ മതി. അവൾക്കിപ്പോ ഒരു ആഗ്രഹം, അവൾക്ക് അനന്തനെ കെട്ടിയാ മതിയെന്ന്. പിള്ളേരുടെ ഒരു ആഗ്രഹത്തിന്റെ കൂടെ നമ്മൾ നിൽക്കണ്ടേ കാരണന്മാര്? അപ്പൊ അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് സമ്മതിച്ച്, ഞങ്ങളത് അങ്ങോട്ട് ഉറപ്പിച്ച്. അല്ല മാവാ, അതിപ്പോ ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. ഞങ്ങളെ കൊച്ചല്ലേ അനന്തൻ.
ഏയ് ചെറുതായിട്ട്. ഞാനൊരു ദിവസം ഒരു 10-30 പ്രാവശ്യം കയറി ഇറങ്ങുന്ന കോണിയാ. അതെ, മോളിലെല്ലാം പഴയ പോലെ തന്നെയല്ലേ? ആ, മോളിലൊക്കെ എല്ലാം പഴയ പോലെ തന്നെ. പക്ഷെ ഞാൻ പഴയ പോലെ അല്ലല്ലോ. ഒന്ന് പോകായത്രി. അതെ, ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ താഴെയൊക്കെ കാണാം. വേണമെങ്കിലാ? അല്ല, ഇനിയിപ്പോ കുഴപ്പമില്ല, താഴെ കാണുന്നോണ്ട്. കുഴപ്പമില്ലെന്ന് ഇതെന്തൊക്കെ ഈ ചേച്ചി പറയുന്നത്? അതല്ല, ഇപ്പൊ മോളിലെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ താഴെയുള്ള സ്ഥലങ്ങൾ കാണുന്നോണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ശാസ്ത്രം. ഗായത്രി വന്നേ. അമ്മായി ഇതെപ്പോഴാ വന്നേ? ആഹാ, അമ്പിളി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ റൂമിലുണ്ടായി. ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി. അനന്തേട്ടൻ പറഞ്ഞ അമ്മായിയൊക്കെ വരും. അനന്തനോ? അതിന് ഞങ്ങൾ വരുന്ന കാര്യം അനന്തൻ അറിയില്ലല്ലോ. ഇല്ല, അനന്തേട്ടനെ അറിയില്ലല്ലോ. അത് അനന്തേട്ടൻ വേറൊരാൾ വരുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു. ഞാനതിപ്പോ പെട്ടെന്ന് അമ്മായിനോട് പറഞ്ഞപ്പോ മാറിപ്പോയതാണ്. അനന്തേട്ടൻ അറിഞ്ഞൂടാ, ഇപ്പൊ അമ്മായിയൊക്കെ വന്നല്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അങ്ങനെ ഇരുന്നപ്പോ ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് തോന്നി. പിന്നെ വെറും ചുമ്മാ വന്നതല്ലെന്നും കൂട്ടിക്കോ. അതെന്ത്? എടാ, ഇവര് വന്നതേ ഇപ്പൊ ആരതി പറയുന്നത് അവൾക്ക് അനന്തനെ മതിയെന്നാ. അപ്പൊ ആ കാര്യം ഒന്ന് ആലോചിച്ചുറപ്പിക്കാനും കൂടി വേണ്ടി വന്നതാ. അത് നല്ലതാണ്. അപ്പൊ നമ്മുടെ ബന്ധം ഒന്ന് മുറുകയും ചെയ്യും. ആ ബന്ധത്തിലൊരു കുന്തവും ചാരാ. അമ്മാവനെന്ത് പുറത്തിരിക്കണം? ഞാൻ അമ്മാവനെ കാണട്ടെ. ശരി ശരി ശരി. എന്റെ കല്യാണ കാര്യത്തിൽ എന്താ തീരുമാനം? എനിക്ക് അത് അറിയണം. കല്യാണക്കാര്യം തന്നെ നമുക്ക് തീരുമാനിക്കണം. ഇല്ലെങ്കിലേ കുമാരിനെ വേറെ അല്ലെങ്കിൽ കെട്ടിക്കൊണ്ടുപോകും. അങ്ങനെ അങ്ങോട്ട് കെട്ടിക്കൊണ്ടോ? അത് പശുവൊന്നല്ല കയറഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാൻ. കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ഞാൻ പറഞ്ഞോട്ടാ. നീ ഒന്ന് തിടുക്കം കൂട്ടാണ്ടിരിക്കടാ. അത് എന്തിനെങ്ങനെ തിടുക്കം കൂട്ടണേ? കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ നമ്മളൊന്ന് അങ്ങോട്ട് ചെന്ന് ചെറുക്കനും പെണ്ണൊക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനെ അതിന്റെ ഒരു രീതിയുണ്ട്. അങ്ങനെ അത് ചെയ്യാ. അമ്മാവനും അവിടെ പോയിട്ടേ പീതാംബരേട്ടനോട് പറയും ഇവിടെ വന്ന് അന്വേഷിക്കാൻ. പീതാംബരേട്ടനോട് ഞാൻ പറയാം. അതുകൊണ്ടിപ്പോ നീയേ അമ്മാവ് അവിടെ വേറൊരു ആലോചന നടക്കുന്നുണ്ട്. അയാളെ കെട്ടിക്കൊണ്ടുപോയാലോ? അയാള് കെട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൊണ്ടോട്ടെ. അപ്പൊ ഞാനോ? നീ വേറെ കെട്ടണം. എന്റെ പട്ടി കിട്ടും വേറെ. എനിക്ക് കുമാരിനെ മതി. കുമാരി വേറെ ആരെയും കല്യാണം കഴിക്കണ്ട. എന്താ നീ ഇപ്പൊ ഇങ്ങനൊക്കെ തീരുമാനം എടുക്കണം? അങ്ങനെയാണ്. എന്നെ മനസ്സിലാക്കുന്ന ആളാണ് കുമാരി. എന്നെ നന്നായിട്ട് അറിയാം അവക്ക്. അവളെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കണോ. അപ്പൊ എനിക്ക് അവളെ മതി. വേറെ ആരെയും ഞാൻ ചോദിക്കില്ലല്ലോ. അവള് വല്ല കൈവശം തന്നാ എനിക്ക്? കൈവശം ഒന്നും തന്നില്ല, സ്നേഹം തന്നുള്ളൂ. ഇവിടെ പാനത്തേട്ടന്റെ കല്യാണം ആവാറായി. അനിയൻ കെട്ടി. ഇനിയിപ്പൊ ഞാൻ മാത്രം ഇങ്ങനെ നിക്കുക. അപ്പുണ്ണിയെ നിന്റെ കാര്യത്തിൽ അമ്മാവന് താല്പര്യം. അമ്മാവൻ താല്പര്യം എടുക്കടാ. അത് നമ്മള് ചെയ്യും. നീ അങ്ങനെ വിഷമിക്കണ്ട. നീയാണ് ഇന്നൊന്നും ബുദ്ധിമുട്ടിക്കാത്തൊരാള്. അതെ, ആ പയ്യൻ എന്നെ വിളിയോട് വിളി. ചേട്ടാ കാര്യങ്ങൾ എന്തായെന്ന്. ഞാനിപ്പോ ചെറുക്കനോട് എന്നാ പറയണ്ടേ? അല്ല, പെട്ടെന്ന് ഞാനിപ്പോ എന്ത് പറയാനാ? ചേട്ടനല്ലേ കുടുംബത്തിന് നാഥൻ. അപ്പൊ ചേട്ടനൊരു അഭിപ്രായം പറയണ്ടേ? മോക്ക് അത്ര താല്പര്യമില്ലടൂ. മോൾക്കത്ര താല്പര്യം ഇല്ലെങ്കിൽ നമ്മളൊരു അഭിപ്രായം പറയണം. വേണോ വേണ്ടെന്ന്. വേണ്ടെങ്കിൽ തീർത്തങ്ങ് പറയണം. വേണ്ട എന്നാ പിന്നെ വേണ്ട. അങ്ങനൊക്കെ തീർത്ത് പറയല്ലോ. ഒന്ന് ആലോചിച്ചിട്ട് കാര്യം പറ. മോക്ക് അത് ഇഷ്ടപ്പെടത്തില്ലൂ. മോക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ ആലോചിച്ചാലോ. വേറെ? അത് അവക്ക് ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞില്ലേ? ചേട്ടാ, ഇഷ്ടപ്പെടില്ല എന്ന് പെട്ടെന്ന് പറയല്ലേ. ചെറുക്കനെ കുറിച്ച് കേട്ടിട്ട് മറുപടി പറ. ഒരഭിപ്രായം പറ. എന്നിട്ട് മോള് താല്പര്യം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറ. ഈ പയ്യൻ എന്ന് വെച്ചാൽ മാരേജ് ബ്യൂറോയിലെ മാർക്കറ്റിംഗ് ഡയറക്ടറാണ്. അത്യാവശ്യം ക്യാഷ്, സൗന്ദര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടുംബ മഹിമ. പിന്നെ ഈ ചെറുക്കനെ കുറിച്ച് നാട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അഭിപ്രായമാണ്. ഒരു നെഗറ്റീവും ഇല്ല. ആലോചിക്കട്ടെ. അല്ല, ഈ ചെറുക്കൻ ഇപ്പൊ എവിടെ ഉണ്ട്? ചെറുക്കൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തൊക്കെ തന്നെ ഉണ്ട്. തൊട്ടടുത്തെന്ന് പറഞ്ഞ ചേട്ടന്റെ കൃഷ്ണമണിയുടെ അടുത്ത് തന്നെ ഉണ്ട്. അല്ല, അതാരാ? ഈ ഞാൻ ബിജു പിസി. ഞെട്ടിയില്ലേ? ഞെട്ടിക്കും ഞാൻ. ബിജു ചെല്ലേ. ഞാൻ ഈ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല് എത്രയൊക്കെ ആലോചന കൊണ്ടുവന്നിട്ടും കുമാരി അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ കുമാരി എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എന്തോ ഒരു ഇഷ്ടം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഞാൻ കുമാരിയെ കണ്ടിട്ടും ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടല്ലോ. അപ്പൊ ഒന്ന് ആലോചിക്കട്ടെ. ബിജു ചെല്ലേ. ബിജു അല്ല, മാമൻ അങ്ങനെ തീർത്തങ്ങ് പറയല്ലേ. മാമനൊന്ന് ആലോചിച്ചിട്ട് പറ മാമ. അറിയപ്പെടാ, പെണ്ണാലോചനയായിട്ട് വന്നിരിക്കും. നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. വന്നു കയറിയ മഹാലക്ഷ്മിയെ നിങ്ങൾ പുറംകാലം കൊണ്ട് തള്ളിക്കളഞ്ഞത്. ആയിക്കോട്ടെ. കാലിക്കടിച്ച കമ്പനിക്ക് നഷ്ടം കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്നാ ശരി, അതാ നല്ലത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്. അറിയപ്പെടാ.
ഷൈന എന്താ പുണ്യേട്ടാ എന്തെങ്കിലും വേണോ? പിന്നെന്താ പതിവില്ലാതെ അടുക്കളയിലോട്ട്? ഒന്നുമില്ല. കട്ടൻ വേണോ? വേണമെങ്കിൽ വേണമെന്ന് പറഞ്ഞൂടാ പുണ്യേട്ടാ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഉണ്ടായിക്കോളാം. വേണ്ട, ഇവിടെ ഇരിക്കുക, ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്തിനാ കത്തിയൊക്കെ എടുക്കുന്നേ? അതോടെ വെച്ചേ. ഞാൻ പയറാരിയനാ. വേണ്ട, ഞാൻ അറിഞ്ഞോളാം. എനിക്ക് കട്ട മതിട്ടാ. ഇവിടെ കയറി കുത്തിരിക്ക. ഞാൻ അവിടെ ഒക്കെ അന്വേഷിച്ചു നിന്നെ. എന്താ ഷായനന്ന് കറക്കി പോണേ? മീനുണ്ട് തങ്കിയാതാ. മത്തിയ കിട്ടിയേ. അപ്പുണ്ണിയെ ഒരു കാര്യഗൗരവമുള്ള കാര്യം നിന്നോട് പറയാനാ ഞാൻ ഇപ്പൊ വന്നേ. പശുവിന് വെക്കണ കാര്യമാണ് എന്നോട് പറയണ്ട. അയ്യോ, ഇത് അതൊന്നല്ല. ഇത് കേട്ടിട്ട് നീ ഞെട്ടാൻ നിൽക്കരുത്. എന്താ? അല്ല, അതൊക്കെ ഞാൻ പറയാം. അതേ പറയട്ടെ, ഞാൻ കുമാരിയുടെ അച്ഛനെ കണ്ടിരുന്നു, പീതാംബരേട്ടനെ. എന്താ പറഞ്ഞേ? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അവിടെ ഇപ്പൊ ഒരു കല്യാണാലോചന വന്നു പോയിണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ബന്ധം അവർക്കൊക്കെ താല്പര്യമില്ല. താല്പര്യമില്ല. കുമാരി പറഞ്ഞ? കുമാരിക്ക് താല്പര്യമില്ലാത്ത. അവൾക്ക് നീ അല്ലാണ്ട് വേറെ ബന്ധം വേണ്ടെന്നാ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ? അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ അവള് പറയും. സന്തോഷായില്ലേ? സന്തോഷായില്ല. പങ്കിമാവനല്ലേ പറഞ്ഞേ? പങ്കിമാവൻ നാക്കെടുത്ത നോണേ പറയുള്ളൂ. ഇതിനു മുമ്പ് തന്നെ പറ്റിച്ചിട്ടുണ്ട് പലതവണ, ഇല്ലേ? അതെയാ? എന്നാ അങ്ങനെ ആയിക്കോട്ടെ. എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലേ പറയുന്നേ? തുറന്നോ? ഇത് വളരെ ഈസി. തുറക്ക്. ആണുങ്ങൾ ചെയ്യേണ്ട ജോലി ആണുങ്ങൾ തന്നെ ചെയ്യണം. ഓ, മനസ്സിലായി? ചെയ്. എന്തോടി പശയിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കാന്നോ? പശ തേച്ചതല്ല, അടച്ചപ്പോ മുറുകി പോയതാ. ഒരു കാര്യം, ഷാഹിനയുടെ കൈ കൊണ്ട് കൊടുക്കും. ഷാഹിനെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ് എന്റെ കൊണ്ട് തന്നത്. ഞാൻ നോക്കിയിട്ട് പറ്റാഞ്ഞിട്ടാണ് നിങ്ങളുടെ കൊണ്ട് തന്നത്. അതോ? എന്നാ അവിടെ കൊണ്ടുപോയി അവൻ വരട്ടെ. പങ്കി വരട്ടെ, അവനെ കൊണ്ട് തുറപ്പിക്കാം. പങ്കി ഇവിടെ ഇല്ല, അവൻ ദൂരെ എവിടെ പോയിരിക്ക. ഇപ്പോഴത്തെ കാര്യത്തിന് ഇപ്പൊ തുറക്കണ്ടേ? ഇനിയിപ്പോ ജീരകം ഇല്ലാണ്ട് കൂട്ടാൻ വെക്കാം, അല്ലാണ്ട് എന്താ ചെയ്യാ? അതെ, ആണുങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ബലരാമൻ പേര് മാത്രമേ ഉള്ളൂ, ബലമൊന്നും ഇല്ല. വയസ്സായില്ലോടി. അയ്യോ, നേരത്തെ ആണല്ലോ. അല്ലേ, ദേവിക ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. അമ്മേ, എന്താണ്? വലിയ സന്തോഷത്തിലാണല്ലോ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാ. എനിക്ക് ട്രാൻസ്ഫർ ആയമ്മേ. ആണോ? അയ്യോ, എങ്ങോട്ടാ മോളെ? നാട്ടിലേക്ക് തന്നെ അച്ഛാ. അപ്പൊ പെട്ടെന്ന് പോകേണ്ടി വരുമോ മോളെ? പുതിയ ആള് വരുമ്പത്തേക്കിനും പോകേണ്ടി വരും. അയ്യോ, എന്നാലും അത് ഭയങ്കര സങ്കടമായി പോയി. അയ്യോ, അമ്മയ്ക്ക് വിഷമായോ? പിന്നെ നീ പോവാന്ന് പറയുമ്പോ അമ്മയ്ക്ക് വിഷമാവൂലേ? അല്ല, പക്ഷെ ഒരാള് വരുമ്പത്തേന് നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മേ. അതെ, സർക്കാർ പറഞ്ഞാ പിന്നെ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെ, ഞാൻ ഷാഹിനോട് എന്ന് പറയട്ടെ, അവക്ക് സന്തോഷമാവും കേൾക്കുമ്പോ. അല്ല ദേവിയെ, അല്ല സീതേ, നീ പറഞ്ഞത് നേരാ. അവള് പോവാന്ന് പറഞ്ഞപ്പോ എന്റെ ചങ്കി കുത്തുന്ന പോലെ. അയ്യടാ, എനിക്ക് ഒരു ചങ്കി കുത്തലുമില്ല.
എനിക്ക് നല്ല സന്തോഷാ. ആ പക്ഷെ അത് അവളുടെ മുഖത്ത് നോക്കി കാണിക്കാൻ പറ്റുമോ? ആ പിന്നെ പിള്ളേര് പോകുന്നതിൽ എനിക്ക് ഇച്ചിരി സങ്കടമൊക്കെ ഉണ്ട്. അവളും കുട്ടികളും പോകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്തിന്? എന്റെ നോവൽ ഇഷ്ടപ്പെടുന്ന കുട്ടിയായിരുന്നല്ലോ ദേവിക. അയ്യടാ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് നൈറ്റ് ആയല്ലോ. സർ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ വന്നത്. എന്താ കാര്യം? ഈ എന്റെ ട്രാൻസ്ഫറേ ക്യാൻസൽ ആക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ ആവശ്യപ്പെട്ടില്ലേ ട്രാൻസ്ഫറിന് കൊടുത്തത്? ശരിക്കും ഞാൻ ആവശ്യപ്പെട്ടിട്ട് തന്നെയാ ട്രാൻസ്ഫർ ചോദിച്ചത്. പിന്നെന്തേ? പക്ഷെ ട്രാൻസ്ഫറിന്റെ കാര്യം സാറിന്റെ അമ്മയോട് വന്ന് പറഞ്ഞപ്പോഴേ സാറിന്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം, എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ലെന്ന്. സാർ എങ്ങനെയെങ്കിലും ആ ട്രാൻസ്ഫർ ഒന്ന് ക്യാൻസൽ ചെയ്ത് തരണം സാർ. അല്ല മോളെ, അമ്മ ഒന്നും പറയണ്ട, എനിക്കറിയാം അമ്മയുടെ വിഷമം. എന്നെ പിരിഞ്ഞിരിക്കാൻ വിഷമാണെന്ന് നേരത്തെ കൂടെ പറഞ്ഞതല്ലേ അമ്മ? അതെ സാർ, എങ്ങനെയെങ്കിലും ഒന്ന് ക്യാൻസൽ ആക്കി തരണം സാർ പ്ലീസ്. അതിനെ ഒന്നുമില്ല, നേരെ ഓഫീസിൽ പോവുക. ഓഫീസിൽ പോയിട്ട് സൂപ്രണ്ടിന് ഒരു അപേക്ഷ കൊടുക്കുക. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഈ ട്രാൻസ്ഫർ ഫ്രീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? ഓ അത്രേ ഉള്ളൂ. ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്രീസ് ആവും? പിന്നെന്താ? അത് മോളെ അമ്മ ഒന്നും പറയണ്ട അമ്മേ. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുഞ്ചുനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന്. എനിക്കറിയാം അമ്മയുടെ വിഷമം. ഇനിയുള്ള കാലം സാർ അച്ഛന്റെ അമ്മയുടെയും കാര്യങ്ങൾ നോക്കി ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് ഇവിടെ തന്നെ താമസിച്ചാൽ മതി. അമ്മയെ വിഷമിപ്പിച്ചിട്ട് എനിക്ക് ഒന്നും വേണ്ട സാർ. അപ്പം ഈ പറഞ്ഞ പോലെ സാർ ഒന്ന് ഫ്രീസ് ചെയ്യാനൊന്ന് സഹായിക്കണം സാർ. അതൊന്നുമില്ല, പോയി പറഞ്ഞാൽ മതിയല്ലോ. ശരി സാർ, സന്തോഷമായില്ലേ അമ്മ? താങ്ക് യു സാർ. അമ്മേ ദൈവം ഉണ്ടമ്മേ, ഞാൻ പോവല്ലേ എന്നുള്ള അമ്മയുടെ പ്രാർത്ഥനയുണ്ടല്ലോ, ദൈവം കേട്ട്. ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? ഇതാണ് ഓരോന്ന് പറയുമ്പോ ആലോചിച്ചിട്ട് പറയണം, ഇല്ലെങ്കിൽ അതെങ്ങനെ ഇരിക്കും. ഇന്നലെ ഇവനുണ്ടല്ലോ ആ ദേവികയുടെ മുറിന്ന് ഇറങ്ങി വരുന്ന ഞാൻ കണ്ടു. ആണോ? ആണോ? എന്റെ പാങ്ക്യമ്മ, എന്താണ് നിങ്ങൾക്ക്? നിങ്ങൾ എന്തിനാ അവളുടെ റൂമിൽ കയറിയത്? നീ എന്താ പറയണ? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളുടെ റൂമിൽ പോയത് അല്ലേ? ഞാൻ പറഞ്ഞു ശരിയാണ്, പക്ഷെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അതിന്റെ ഉള്ളിൽ കയറി ഓടേണ്ട കാര്യമില്ലല്ലോ. പിന്നെന്താ ഞാൻ ചെയ്യണ്ടേ? നീ പറഞ്ഞ അനുസരിക്കാണ്ടിരിക്കേ. ഞാൻ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഞാൻ ബൾബ് മാറ്റാൻ പോയതാണ്. ഇവൻ പറഞ്ഞിട്ടാ ഞാൻ പോയതാണ്. സംഗതി അത് പറഞ്ഞത് സത്യം തന്നെയാണ് അമ്മേ. അതായത് അവളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവളുടെ ആ ബൾബ് ഫ്യൂസ് ആയിട്ടുണ്ട്, അത് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ ഈ സമയത്ത് എങ്ങനെയാന്ന് വിചാരിച്ചു അങ്ങനെ നിൽക്കുക. അപ്പണ്ട് പങ്ക്യാമ വരുന്നു. ഞാൻ പറഞ്ഞു അതെ. അപ്പൊ പങ്ക്യാമോട് പറഞ്ഞു, എന്താ പങ്ക്യാമ അവളുടെ റൂമിൽ ബൾബ് ഫ്യൂസ് ആയിട്ടുണ്ട്, ഒന്ന് മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ ശരി ഞാൻ നോക്കണം, ഞാൻ മാറ്റി കൊടുക്കാന്നും പറഞ്ഞു. അതിൽ അപ്പൊ തന്നെ പോയിട്ട് മാറ്റണം എന്ന് ഞാൻ അറിയൂ. ഞാൻ ആനന്ദം നീ വെറുതെ കിടന്ന് ഉരുളരുതിട്ടാ. വലിയ വർത്താനൊന്നും പറയണ്ട. ഇതിപ്പോ നിങ്ങൾ രണ്ടാളും കൂടി ഉണ്ടാക്കിയ പ്ലാനാന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതെ ചേച്ചി അല്ലെങ്കിലും ഉണ്ടല്ലോ, ഇനിയിപ്പോ കൊടല്ലാം അങ്ങോട്ട് പറിച്ചു തന്നാലും അത് വാഴുന്നാരാന്നാ പറയുള്ളൂ. അതാണ്. അയ്യടാ ഡേ, അതിനുള്ള പക്വതൊക്കെ എനിക്കുണ്ട്. കൂടുതലൊന്നും പറയണ്ട. എന്താ അവൾ ഇവിടെ ഉള്ളതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കണത്. നീ അവളോട് ചെന്നിട്ടേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിട്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കാൻ നോക്ക്. എന്റെ അമ്മ അവള് ട്രാൻസ്ഫർ വാങ്ങിച്ച് പോവാനിരുന്നതല്ലേ. അപ്പൊ അമ്മേനെയാണ് ചെന്നിട്ട് വേറെ ഇല്ലാത്ത വിഷമങ്ങളൊക്കെ കാണിച്ച അവളുടെ മുമ്പിൽ. ഈ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് ഇറക്കേണ്ട കാര്യം എന്ത്? ഇപ്പൊ അത് അവൾക്കൊരു വിഷമായി എന്നാ പറയണത്. അമ്മയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്ക്. ഇപ്പൊ എന്റെ മനസ്സിൽ ഒരു വിഷമമില്ല. ആ വിവരം നീ അവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവളെ പറഞ്ഞേക്കാൻ നോക്ക്. അതന്നെ നല്ലത്. അവിടെ പോട്ടെ. ആളിവിടെ ഉണ്ടാവുമ്പോഴാണല്ലോ ഈ ബൾബ് മാറ്റേണ്ട വരണേ. എന്റെ ആവശ്യമില്ല, പറഞ്ഞോട്. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? അത് കൂടെ വെക്കണേ, അല്ലാണ്ട് ചതിക്കല്ലേ ഈ കൂടെ. എന്താ ഒന്നുമില്ല എന്റെ അമ്മയെ നോക്കാം. നോക്കിയാ പോരാ, പറഞ്ഞയക്കണം. പറഞ്ഞയക്കാം. വന്ന് ചായ കുടിച്ചോ? എനിക്ക് ചായയും കാപ്പിയൊന്നും വേണ്ട, ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നിക്കുക. എന്നാ അമ്മയോട് കൊണ്ടോക്കോ. അത് സുഖമായില്ലോ അല്ലേ? ഏത് വീട്ടിലേക്ക് പോണ കാര്യം പറയണ്? എന്റെ വീട്ടിലേക്ക്, നമ്മുടെ തറവാട്ടിലേക്ക്. എന്താ എനിക്ക് അങ്ങോട്ട് പോയിക്കൂടെ? നീ എന്തിനാ പോണ്? അവള് പോയാ പിന്നെ ഇവിടുത്തെ പ്രശ്നമൊക്കെ തീർന്നില്ലേ? പിന്നെ നീ എനിക്കെന്തിനാ പോണ്ട്? ഇപ്പൊ ഞാൻ കാരണം ആകെ പ്രശ്നമായിട്ടുള്ളത് ഇവിടെ. അമ്മേ, അവിടുന്ന് ആരെങ്കിലും വന്നിരുന്നോ? എവിടുന്ന്? ആര്? കുമാരിയുടെ വീട്ടിൽ നിന്ന്. കുമാരിയുടെ അച്ഛൻ പീതാംബരേട്ടൻ വരുന്നു പറഞ്ഞിരുന്നേ. ഞാൻ ഇല്ലാത്തപ്പോ വന്ന് പോയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ.
പൊക്കോണം എന്റെ മുമ്പിൽ നിന്ന്. അവനും എന്റെ ഒരു കുമാരിയും. അവള് വേണ്ട ഇവിടെ. അമ്മ എന്ത് വർത്താനായി പറയണേ? അമ്മയല്ലേ പറഞ്ഞത് അവിടുന്ന് ആരെങ്കിലും വന്ന ആലോചന നടത്താനൊക്കെ? നിനപ്പോ എന്താ ഇങ്ങനെ പറയണേ? ഇനി കുമാരിയുടെ ആലോചന എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാ മുട്ടുകാലെ ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഇതെന്ത് അമ്മയ്ക്ക് പറ്റിയേ? അവരിപ്പോ വരും കേട്ടോ. വർഷത്തെ ഞങ്ങളെ അടുത്ത മാസത്തെ തീയതികളൊക്കെ ഒന്ന് നോക്കിയായിരുന്നു, ഒന്ന് കറക്റ്റ് ചെയ്യായിരുന്നു. കേട്ടോ രമണളിയാ, നമുക്കിപ്പോ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു തീയതി ഒന്നും വേണമെന്നില്ല. ഏതെങ്കിലും ഒരു തീയതി മതി, ഞങ്ങൾ റെഡിയാ. അയ്യോ അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അത്യാവശ്യം ഒരുക്കങ്ങളൊക്കെ ഇല്ലേ? അയ്യോ ഒരുങ്ങാനായിട്ട് ഒരു 10-15 മിനിറ്റ് പോരെ? അതല്ല രമണ, കല്യാണത്തിന് അതിന്റേതായ കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യം പറഞ്ഞത്. അയ്യോ അത് വേണം വേണം കേട്ടോ. പിന്നെ അനന്തന്റെ ലീവിന്റെ കാര്യമാണ് ഏറ്റവും പ്രധാനം. അത് നോക്കണം. പിന്നെ അമ്പിളിയുടെ ലീവ്, അതും കാര്യമായിട്ട് നോക്കണ്ടുണ്ട്. ഈ അമ്പിളിയുടെ കാര്യം മാത്രം നോക്കിയാ പോരാ, അപ്പുള്ളിയുടെ കാര്യം നോക്കണ്ടേ? അവന് കുറഞ്ഞ ഒരു 3-4 ദിവസത്തെ ലീവുകൾ വേണ്ടേ? അതെ, അപ്പുള്ളിക്ക് ലീവ് കിട്ടുമോ? അല്ലാതെ അവന് ഈ പശുവിന്റെ കാര്യത്തിൽ വലിയ തിരക്കില്ലല്ലയോ? അല്ല, പശു ലീവ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. അല്ലാതെ അങ്ങനെ എന്താ അത് അങ്ങനെ കൊടുക്കുന്നത്? കൊടുത്തു എന്റെ അളിയാ. അവര് വരട്ടെ. എന്തായി തീയതിയുടെ കാര്യം? എന്നിട്ട് തീയതി എന്ന് പറയുമ്പോ അടുത്ത മാസത്തിലേക്ക് മിഥുന മാസം ഞാൻ തിരുമുൽപ്പാടിനെ പോയി കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞത് 10, 16, 25 അങ്ങനെ 3 തീയതിയാ ഉള്ളത്. ഈ 10-ാം തീയതി നടത്താനാണെങ്കിലും ഞങ്ങൾ റെഡിയാണ്. കാരണം എന്താണെന്നറിയാം, നമുക്ക് ഈ വിളിക്കാൻ പോകാനുള്ള ഈ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവന്റ് മാനേജ്മെന്റ് ആരും നോക്കൂലേ. നമ്മൾ ക്യാഷ് അങ്ങോട്ട് വിതറിയാ മതി. ക്യാഷിനാണെങ്കിൽ എനിക്കൊരു പഞ്ഞമില്ലല്ലോ. ഐ ഹാവ് നോ മണി. അയ്യോ, അപ്പൊ ഞങ്ങൾ ഒന്നും അറിയണ്ട. ചെറുക്കനെ ഇങ്ങോട്ട് പന്തലിലേക്ക് ഇറക്കി വിട്ടാൽ മാത്രം മതി. കൊത്തിക്കൊണ്ട് ഞാൻ പോകും. ഞാനിപ്പോ ഒരു 10 മിനിറ്റ് ആയുള്ളൂ. എടാ രമണ വന്ന എന്തിനാന്നറിയോ? കല്യാണത്തിന്റെ തീയതി നിശ്ചയിക്കാൻ വേണ്ടി വന്നതാ. ഇപ്പഴേ 3 തീയതിയാണ് പറയണതേ. 10, 16, 25. അതാണ് ഏറ്റവും നല്ല തീയതികൾ എന്നാണ് ജോത്സ്യം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ തിരുമുൽപ്പാടിനെ കൊണ്ട് എഴുതിച്ചതേ. അപ്പൊ ഈ 10-ാം തീയതി ആണെങ്കിലും ഞാൻ റെഡിയാണ്. അതല്ല വെച്ചാൽ നമുക്കൊരു 16-ാം തീയതി നടത്താം. 16, 10 അല്ലേ? അല്ല, അപ്പൊ 16-ാം തീയതിക്ക് നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടാ? 16-ാം തീയതി ലോക്കൽ കമ്മിറ്റി ഇല്ല, ജില്ലാ കമ്മിറ്റി പോകണ്ടല്ലേ? അപ്പൊ കുഴപ്പമില്ല. 16-ാം തീയതി ഓക്കെ. ഇല്ല, 16-ാം തീയതി പറ്റില്ലല്ലോ. 16-ാം തീയതി പറ്റില്ല. അല്ല, മറ്റേ ഇതുണ്ടല്ലോ, 17-ന് ചാട്ടല്ലേ? അയ്യോ, 16-ാം തീയതി പറ്റില്ല. അതൊരു ചാട്ടം. എന്ത് ചാട്ടം? ചാട്ടല്ല, ചാടിക്കും അവര്. അതായത് ഞാൻ മറ്റേ ഈ ഫീൽഡ് വർക്കൊക്കെ പോകുന്നതല്ലേ, അപ്പൊ എന്താ വെച്ചാൽ ഇൻസ്പെക്ഷൻ വരും. 16-ഉം 17 ഒക്കെ ആയിട്ട് ഇൻസ്പെക്ഷൻ ഉണ്ട്. അപ്പൊ എങ്ങാനും ഒരു ജോലിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഈ ഓഫീസർ ചാടിക്കും. അത് ഞാനിപ്പോ തൊട്ട് പറഞ്ഞു. ആ ചാട്ടായിരുന്ന ഞാൻ വിചാരിച്ചത് എന്ത് ചാട്ടായിരിക്കും. അപ്പൊ നമുക്ക് 25 ഉറപ്പിച്ചാലോ? 25 കുഴപ്പമില്ല അല്ലേ? ഇല്ലേ, 25 കുഴപ്പമില്ല. അപ്പോഴൊക്കെ ചാടിച്ചിട്ടുണ്ടാവും. കുമാരി എങ്ങോട്ടാ വേണേ? ഫോട്ടോ സ്റ്റേറ്റ് എടുക്കാൻ പോട്ടെ. പോലെ അവിടെ നിക്ക്, ഒരു കൂട്ടം പറയാണ്ട്. എനിക്കൊന്നും കേക്കണ്ട. ഇതെന്തൊരു ഗൗരവന്ന്? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞല്ലേ? എന്തുണ്ട്? അച്ഛൻ ചീത്ത പറഞ്ഞാ? ഇല്ല. പിന്നെ ആരാ? ഒന്നുമില്ല, പോണം. എന്നും കാണുന്ന കുമാരി അല്ലല്ലോ. ഈ കുമാരിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. എനിക്കറിയില്ല. എന്നാ ഞാൻ സന്തോഷമുള്ള കാര്യം പറയട്ടെ? പറയും. അനന്തേട്ടന്റെ കല്യാണം ഉറപ്പിച്ച് 25-ാം തീയതിയാ. നന്നായി. എന്ത് നന്നായിന്ന്? അനന്തേട്ടന്റെ കല്യാണം കഴിഞ്ഞാ പിന്നെ ആരുടെ കല്യാണം എന്നറിയോ? അപ്പുണ്ണിയുടെ കുമാരിയുടെ കല്യാണാ. എന്റെ കുമാരിക്ക് ഒരു സന്തോഷമില്ലാത്ത കല്യാണ കാര്യം പറഞ്ഞിട്ട്? നടക്കാത്ത കാര്യം ആലോചിച്ച് സന്തോഷിക്കൊക്കെ അറിയില്ല പുണ്യേട്ടാ. നടക്കാത്ത കാര്യോ? നമ്മുടെ കല്യാണോ? അതാരും നടക്കൂലെന്ന് പറഞ്ഞേ? നടക്കില്ല, അത്ര തന്നെ. അതെങ്ങനെയാണ്? ഇന്നലെ വരെ നടക്കും പറഞ്ഞ കാര്യം ഒന്നും നടക്കൂലെന്ന് പറയാ. അമ്മ പറഞ്ഞല്ലോ കുമാരിയുടെ അച്ഛൻ വീട്ടിൽ വന്ന് സംസാരിച്ച കല്യാണം നടക്കുന്നു.
കുമാരി അച്ഛനോട് പറഞ്ഞു വീട്ടിൽ വരാൻ. അച്ഛൻ വന്നാ പുണ്യേട്ടനെ അറിഞ്ഞില്ലേ? അച്ഛൻ വന്നാ എന്നിട്ട് ഉറപ്പിച്ചാ? അപ്പൊ എന്നോടാരും പറഞ്ഞില്ലല്ലോ. അച്ഛൻ വരികയും ചെയ്തു. അപ്പുണ്ണിയേട്ടന്റെ അമ്മ കണക്കിന് അപമാനിച്ച് വിടുകയും ചെയ്തു. അച്ഛനെയാ? അപ്പൊ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ എപ്പോഴാ? അമ്മ എന്താ പറഞ്ഞേ? ഇനി ഈ കാര്യം പറഞ്ഞ അങ്ങോട്ട് വന്നാലേ മുട്ടുകാല് തല്ലി ഓടിക്കുന്നു. അങ്ങനെ പറഞ്ഞ അമ്മ? ഈ തള്ളക്കത് എന്തിന്റെ സൂക്കടാണ്? ഞാനിതൊന്നും അറിഞ്ഞില്ല കുമാരി. എപ്പോഴാ അച്ഛൻ വന്നൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല. കുമാരി സങ്കടപ്പെടല്ലേ? അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ല. ഇനി എനിക്ക് പോവാലോ? ഇനി അപ്പുണ്ണേട്ടൻ എന്നോട് മിണ്ടാൻ വരരുത്. അങ്ങനെ പറയല്ലേ കുമാരി, എനിക്ക് സങ്കടമാവത്. പരമാവധി എന്നെ കാണാതിരിക്കാൻ ശ്രമിക്കണം അപ്പുണ്ണേട്ടൻ. ഇനി എന്റെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടി അങ്ങോട്ട് വരാനും പറയരുത്. അമ്മക്കിത് എന്തിന്റെ കേടാണ്? എന്താണ്? എന്ത് പറഞ്ഞോണ്ടിരിക്കായിരുന്നു? ഞങ്ങള് വെറുതെ ചായ ഇടുന്ന കാര്യം പറയായിരുന്നേ. അല്ലല്ല, ഞങ്ങള് ചേച്ചിയെ പറ്റി പറയായിരുന്നു. എന്നെ പറ്റിട്ടോ? ആ, ചേച്ചിയുടെ ട്രാൻസ്ഫറിന്റെ കാര്യം പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ ചേച്ചി ട്രാൻസ്ഫറിന്റെ കാര്യം? ട്രാൻസ്ഫറിന്റെ കാര്യല്ലേ? അതിന് 3 ആഴ്ച എടുക്കും. അതെന്താ മോളെ 3 ആഴ്ച? അല്ല ഞാൻ ഇവിടുന്ന് പോകുന്ന ഒരു സീറ്റ് ഒഴിവുണ്ടല്ലോ. സീറ്റോ? അല്ല സീറ്റല്ല, ഞാൻ ഇവിടുന്ന് പോകുന്ന ഒഴിവിലേക്ക് ഒരാള് വരണല്ലോ. അതിന് 3 ആഴ്ച എടുക്കും. 3 ആഴ്ച കഴിഞ്ഞ് ആ ആൾ ഇവിടെ വന്നാല് മുതലാളി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുള്ളൂ. മുതലാളിയോ? മുതലാളിയല്ല, ആ ചേച്ചി അല്ല സൂപ്രണ്ടുണ്ടല്ലോ. പുള്ളിക്കാരൻ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണമെങ്കിൽ പുള്ളിക്കാരൻ വരണം, പുതിയ ആളെ. അതിന് വേണ്ടിട്ട് 3 ആഴ്ച എടുക്കും. അല്ല അയാൾക്ക് ഇപ്പൊ തന്നെ വന്ന് ജോയിൻ ചെയ്ത എന്താ കുഴപ്പം? അല്ല അയാൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. 3 ആഴ്ച കഴിയണം എന്നാ പറഞ്ഞേക്കുന്നത്. അതെന്ത്? അയാളുടെ അമ്മായിമ്മ പറയാൻ കിടക്കുന്ന? അതെ, അമ്മായിമ്മയല്ല, ഭാര്യ പറയാൻ കിടക്കുക. എന്നാ പിന്നെ വേഗം ഒന്ന് പറയാൻ പറ. ഇതെന്ത് പൊട്ടത്തരായി പറയുന്നത്? അതിനൊക്കെ ഒരു നേരവും കാലമല്ലേ, പെട്ടെന്ന് പറ്റുമോ? അതെ, നേരവും കാലമുണ്ട്. ആ നേരവും കാലമാണ് 3 ആഴ്ച. പുള്ളിക്കാരന്റെ ഭാര്യ പ്രസവിക്കുന്നു, 3 ആഴ്ച കഴിഞ്ഞ് പുള്ളിക്കാരൻ ഇവിടെ വരുന്നു, ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആവുന്നു. എന്നാ പിന്നെ ചേച്ചി ആ 3 ആഴ്ചത്തേക്ക് ഒരു വാടക വീട് എടുത്താലോ? അത് ഷാഹിന പറഞ്ഞതിൽ കാര്യമുണ്ട്. 3 ആഴ്ചത്തേക്ക് ഒരു വാടക വീട്ടിലോട്ട് മാറിക്കൂടെ മോൾക്ക്? 3 ആഴ്ചത്തേക്ക് വാടക വീടെന്ന് പറയുമ്പോ അല്ലമ്മ, അതെ, ഈ 3 ആഴ്ചത്തേക്കായിട്ട് നമ്മളൊരു വാടക വീട്ടിലേക്ക് മാറുമ്പം അവിടുത്തെ അടുക്കള സാധനങ്ങളും കിടക്കാനുള്ള കട്ടിലും താലേണയും എല്ലാം കൂടെ പെട്ടെന്നൊരു 3 ആഴ്ചത്തേക്ക് വാങ്ങിക്കാന്ന് പറയുന്നത്, പിന്നെ ഇതെല്ലാം കൂടെ ചുമന്ന് കെട്ടിക്കൊണ്ട് ഞാൻ തിരിച്ചു പോകണം ട്രാൻസ്ഫർ ആകുമ്പം, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവില്ലേ? മാത്രമല്ല ഈ 3 ആഴ്ചത്തേക്ക് മാത്രമായിട്ട് അങ്ങനെ വാടക വീട് കൊടുക്കത്തില്ല. അല്ല അത് മാത്രല്ല, പെട്ടെന്ന് ഞാനേ കുഞ്ചുവിനെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകുമ്പോഴത്തേനും അമ്മയ്ക്ക് വിഷമാവത്തില്ലേ? കഴിഞ്ഞ ദിവസം കൂടെ അമ്മ പറഞ്ഞതല്ലേ അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ലെന്ന്. അത് ശരിയാ, പക്ഷേ ഒരു പക്ഷേ ഇല്ല. അമ്മയെ വേദനിപ്പിച്ചോണ്ട് എനിക്ക് ഒന്നും വേണ്ട. ഇപ്പൊ ഞാൻ ആലോചിക്കുക എന്താന്ന് വെച്ചാല്, ആ സൂപ്രണ്ട് ഒന്ന് വിടണ്ടേ? സൂപ്രണ്ട് വിട്ടിരുന്നെങ്കിൽ എനിക്കൊക്കെ പോവായിരുന്നല്ലോ. സൂപ്രണ്ടോട് പോയി പണി നോക്കാൻ പറ ചേച്ചി. ചേച്ചി ആ ഫയലെല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ട് പോക്കൊന്ന് പോകണം. അത് ശരിയാ. മോള് പോയിട്ട് അവിടെ ജോയിൻ ചെയ്യണമെന്നേ സൂപ്രണ്ടിനോട് പോയി പണി നോക്കാൻ പറ. അല്ല ജെതി കെട്ട് കഴിഞ്ഞാല് ഞാൻ ഫയലൊക്കെ വലിച്ചെറിഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കി സൂപ്രണ്ടിന്റെ 2 തല്ലും കൂടെ കൊടുത്തിട്ടേ പോവുള്ളൂ. അയ്യോ, തല്ലോ? പിന്നെ തല്ലാതെ പിന്നെ സൂപ്രണ്ടിന് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. എല്ലാം അറിയാവോ? എല്ലാം അറിയാം. എന്നിട്ടും കൂടെ നിന്നിട്ട് ഒരുമാതിരി അവിഞ്ഞ സ്വഭാവം കാണിക്കുന്നത് അത് ശരിയല്ലല്ലോ. അപ്പൊ 2 എണ്ണം കൊടുക്കണം. 2 എണ്ണം കൊടുക്കണം. സൂപ്രണ്ടിനെ ഞാൻ തനിയൊന്ന് കാണുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.